കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത് സീതയെക്കുറിച്ച് സുമുഹൂർത്തമായി എഴുതിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. നമ്മുടെ രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, അതിനകത്ത് ആരണ്യകാന്ഡം തേടി സീതാഹൃദയം തേങ്ങി എന്ന് പാടുന്നുണ്ട്. വാത്മീകങ്ങളിൽ ഏതോ താപസമവനം ഉറങ്ങി. അത് ശരിക്കും അവിടെയും കൺസേൺ സീതയെ കുറിച്ചാണ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ മുഴുവൻ സീതയേ ഉള്ളൂ. രാമൻ അവിടെ ഒരു പ്രതിമയാണ് ശരിക്ക്. കാഞ്ചന സീതയെ നോക്കിയിട്ടാണ് ഇവള് പാടുന്നത് ശരിക്കും. പക്ഷേ രാമനാണ് അവിടെ പ്രതിമ, സീതയാണ് ആക്റ്റീവായിരുന്നത്. ത്രേതായുഗത്തിലെ കണ്ണുനീർമുത്തിനെ കൂടി എടുത്തോളൂ. അമ്മയോട് പറയുന്നത്, അമ്മ മുത്തുകളെ ചുമക്കുന്ന ആളാണ് ഈ, അങ്ങനെ പറയുന്നുണ്ട്. ഈ മുത്തും കൂടെ അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചാടുന്നത് ശരിക്കും. മുഴുവൻ അതാണ്. അതെ അതെ, അതിനകത്ത് എല്ലാ ബിംബങ്ങളും സീതയ്ക്ക് അനുകൂല. അതിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, സാർ തുടങ്ങുന്ന സമയത്ത് കുറച്ച് നീളത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകും ഈ വേളയിൽ. ഇത്രയും പേര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പണ്ട് ഗൾഫിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എല്ലാവരോടും പറയും. അതുതന്നെയാണ് ഭയങ്കര സങ്കടം ഉള്ളതുകൊണ്ടാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്. അതാണ് എൻ്റെ കാര്യം. പൂക്കളോടും എല്ലാവരോടും അതെ, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുക. അത്രയും വേദനയുണ്ട് അവൾക്ക്. അതെ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ്. അതിൽ മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതാണ് പറയുന്നത്. അതെ, അത് എനിക്കും അതെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇപ്പോൾ ഇവിടെ എൻ്റെ ആദ്യവസാനത്തിൽ വന്നിട്ടുള്ള ആ പയ്യനുണ്ടല്ലോ, അവൻ 16 കൊല്ലമായി എൻ്റെ കൂടെ. അവൻ അസൽ മുസ്ലിമാണ്. ഇവിടെ പൂജക്ക് ഉള്ള പൂക്കൾ വരെ അവനാണ് കൊണ്ടിരുന്നത്. എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മതേതരത്വം പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്താണ്, എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ മാനേജരാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. അവൻ വിടുത്തിട്ടുണ്ടാവും, അവിടെയും ഉണ്ടാവും. ആവശ്യമുള്ളതൊക്കെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ ഞാനും അനുസരിക്കും. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ഇതാണ് സമൂഹത്തിൻ്റെ കവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. അവൻ വേറെ ഒന്നല്ല. അവന് തോന്നുന്നതൊക്കെ ചെയ്യാം, കള്ളുപിടിക്കാം, അവന് എല്ലാ പരിപാടികളും ചെയ്യാം. ഞാൻ എഴുതുമ്പം യോഗ്യനാണെന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതം കൂടി ശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്രത്തോളം പറ്റുന്നുണ്ട് അറിയില്ല, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഞാൻ ചെയ്യും. ഇതൊക്കെ ഞാൻ പാലിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികളുടെ സ്നേഹം അത് ലോകത്തിനോടുള്ള സ്നേഹം ആയിട്ട് മാറുന്നു. ഇതൊക്കെ കവിക്ക് വേണ്ടതാണ്. അതെ, അവിടെ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സീതയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ അവസാനം സാറ് കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ, പിടയ്ക്കുന്നു പ്രാണൻ, വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ, മയങ്ങുന്ന ഇത് ആശാപാശങ്ങൾ, അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം, രാമശിലയായി പോയി കൽപ്പാന്തവാരിയിൽ എന്നാണ് ചോദിക്കുന്നത്. അധർമ്മത്തെ നീ വെറും ശിലയായി പോയി. എനിക്ക് അങ്ങനെ ശരിയാവാൻ പറ്റില്ല, ഞാൻ ഒഴുകുന്ന വെള്ളമാണ്. സീത എങ്ങനെയാണ്? മറ്റേ ശിലയായി പോയി, ശിലയായി കറുത്തു കൽപ്പാന്തവാരിയിൽ. ഇത് വല്ലാണ്ട് സങ്കടമായി പോയതാണ്. അതിൽ കൂടുതൽ പറയാനില്ലല്ലോ. അതെ, എന്റെ വാക്കുകളൊന്നും കേൾക്കാത്തൊരു ശിലയായി മാറിപ്പോയി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. രാമനാണ് ശില, സീത അതല്ല. സീത മനുഷ്യക്കുട്ടിയാണ്. അത് കഥകളിയില് അതിമനോഹരമായിട്ടുള്ളൊരു നാടകീയ രംഗമുണ്ട്. ഈ ലവണാസുരവധത്തിൽ ഈ കുതിരയെ പിടിച്ചു കെട്ടിയിട്ടുള്ള മക്കള്, ഈ ഇതിന്റെ അശ്വമേധയാഗത്തിന്റെ കുതിരയെ പിടിച്ചു കെട്ടിയല്ല. എന്നിട്ട് ഹനുമാനാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഇതുണ്ട്, ഹനുമാൻ സീതയെ കാണുന്ന ഒരു രംഗമുണ്ട്. എന്താണ് പറയുക, സുഖമോ ദേവി എന്നാണ് ചോദിക്കുന്നത്. അപ്പം മറുപടി പറയുന്നത്, മക്കളോട് പറയുന്നത്, നീ ഇതെല്ലാം അഴിച്ചിക്കള, ഇത് ആരാണ്? എൻ്റെ അച്ഛനാണിത്. കാരണം ജനകനാണ് ജനകനെന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛനായിട്ട് വന്നിട്ടുള്ളത് ഇയാളാണ് ഒരിക്കലും. അപ്പോൾ ഇയാളുടെ സങ്കടം വെച്ചാൽ ഞാനാണ് കൊണ്ടുവിട്ടത് കാട്ടിൽ. പക്ഷെ എന്നാൽ പോലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണു നിറയും. എനിക്കും കണ്ണു നിറയും ഇപ്പോഴും. അതെ, അത്ര നാടകീയമായ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നാടകീയമായ രംഗം അതാണ്. ഈ വാൽമീകിയുടെ ആശ്രമത്തിൽ അവിശ്വസിച്ചു എന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവമല്ലേ അത്. എന്നിട്ട് അവിടെ കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോവുക ഇയാള്. ഏറ്റവും പവിത്രമായിട്ട് ചൂടാമണി വരെ കൊണ്ടു കൊടുത്തിട്ടുള്ള ആളാണ്. അതില് ഒരു അഗ്നിസാക്ഷി ഓർമ്മിക്കുന്ന ഒരു സാധനമുണ്ട് ആ പാട്ടിൽ. എന്നെയും ഞാനായി ജ്വലിപ്പിച്ച് അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസലരാജകുമാര എന്നുമാ സങ്കല്പ പദപത്മങ്ങളിൽ തലചായ്ച്ച് വെച്ചേ ഉറങ്ങിയുള്ളൂ. അത് തന്നെ അഗ്നിസാക്ഷിയിൽ പറഞ്ഞതാണ് അവര്. ഇതേ ഒരു കുറിപ്പ് എഴുതിയിട്ട് പിന്നെ ഭാഗവത സപ്താഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിരുന്നു. ഇവര് സ്വാമിനി കൊടുത്തയച്ചിട്ടുള്ള ആ കൂട്ടുകാരിയാണ് കൊണ്ടു കൊടുക്കുന്നത്. അതിലെഴുതിയതാണ്, അങ്ങ് എന്നെ സംശയിക്കേണ്ട, അങ്ങയുടെ സങ്കല്പ പദത്തിലുള്ള ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ വാക്കാണ് ഞാൻ സീതയ്ക്ക് കൊടുത്തത്.
നമ്മളെ വായന എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു സാധനം അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഉം. വായിക്കാത്ത ഒരാൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഈ രാമനെ സംബന്ധിച്ച് ആ സമയത്ത് അധികാരം ഏറ്റെടുക്കേണ്ട വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം ഭരതൻ 14 വർഷം ഉണ്ടല്ലോ, ഭരിച്ച സ്പേസ് ആണ്, ഗതിയുടെ വെച്ച് ഭരിച്ചതാ. അപ്പോൾ വന്നിട്ട് അതൊന്ന് നോക്കി നടത്തിയാൽ മതിയായിരുന്നു. മതിയായിരുന്നു. പക്ഷേ അതാണ് ഈ വിധി മഹിമ അലംഘനീയമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഉം. ആ വിധിയാണിത്. അതിന് രാമനും സീതയും പോലും ഇതല്ല എന്നാണ്. ഉം. ഉം. എല്ലാവരും അതിനെ താഴെയാണെന്ന്, ഉം. വിധിക്ക് താഴെയാണെന്ന്. അതിനെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പറയാമല്ലോ. വേണമെങ്കിൽ ഉം. വാൽമീകി ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല, എല്ലാം സത്യം മാത്രമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളത് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങനെ എന്തിന് വെറുതെ പതിച്ചു വെച്ചു. കോസല രാജകുമാർ. അത് അവിടെയൊന്നും വെക്കേണ്ടതല്ല. അതെ, അതാണ് ചോദ്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ത്രീപക്ഷത്തിലുള്ള ഏറ്റവും മനോഹരമായ പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീപക്ഷമാണ്. ആണ്. അല്ല, എൻ്റെ എല്ലാ പാട്ടിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമലിൻ്റെ ഒരു പടത്തിലുണ്ടല്ലോ, എടാ പോടാന്നൊക്കെ പറയുന്നത് ഇഷ്ടമല്ലടാ അതിൽ പോലും എൻ്റെ തൊട്ടുനോട്ട് ഇഷ്ടമല്ലടാ എന്നാണ്. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ, പുറകെ നടന്നിട്ട് കാര്യമില്ലടാ എന്നാ പറയും. ഞാൻ അത്രയും സ്ത്രീപക്ഷക്കാരന്. അതെ, മനസ്സുകൊണ്ട്. പക്ഷെ അത്രയും പച്ചയ്ക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല. കാരണം സാഹിത്യമാണ് നമ്മൾ എഴുതുന്നതെന്ന് വിശ്വസിക്കുമ്പോഴും അത് സാഹിത്യം എഴുതാൻ പറ്റുന്നെങ്കിലേ അത് എഴുതാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷത്ത് നമ്മൾ അത് പറയണം, അല്ലെങ്കിൽ ആ പാട്ടുണ്ടാവില്ലായിരുന്നു. അതെ, ആ പാട്ട് എഴുതുമ്പോൾ ലാസ്റ്റ് പാട്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ട്യൂണ് കേട്ടപ്പോൾ സത്യത്തിൽ കമലിനും ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതായത് താന താനന തന്ന താന താനന അങ്ങനെ പറഞ്ഞാൽ അതിന് എന്ത് വിധം എന്ത് വേണമോ നിനക്കെന്ത് വേണമോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥമില്ല അവിടെ. അത്രയൊന്നും പോരാ. ഇഷ്ടമല്ലടാന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ വരി കൊണ്ട് തന്നെ കമൽ ഇവരെല്ലാം ഓക്കെ. പ്രൊഡ്യൂസർ ഇവനാണ്, ലാലാണ്. ലാലു ഓക്കെ. ബാക്കി പാട്ട് കേൾക്കാനൊന്നുമില്ല. ഞങ്ങളത് പൂർത്തിയാക്കിയിട്ടേ സ്ഥലം വിട്ടുള്ളൂ. എല്ലാറ്റിനും നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവണം. കമലതലത്തിലെ പാട്ട് ശരിക്കും രവീന്ദ്ര മാഷ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അസാധ്യമായിട്ട് രവിയേട്ടനായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും അത്. രവിയേട്ടനും അത് ആത്മാർപ്പണമായിട്ട് ചെയ്തതാണ്. ഞാനും അതെ. ദാസേട്ടൻ അങ്ങനെ പാടിയതാണ്. വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ എഴുത്തിലും ട്യൂണിലും പാടിയതിലും സിറ്റുവേഷനിലും പടത്തിലും എല്ലാറ്റിലും വിജയിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല പാട്ട്. അത് പ്രമോദവനാണ് ആദ്യത്തെ പാട്ട്. എല്ലാം കൊണ്ടും നമ്പർ 1 പാട്ട്. പിന്നെ വികാരം നോക്കുക, മായാമയൂരം, അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകളുണ്ട്. കണ്ണീർ പൂവ്. അതെ, കുറേ പാട്ടുകളുണ്ട്. അങ്ങനെ അതിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ അതുപോലെ ഭരതേട്ടൻ്റെ പാട്ടുകളിൽ ഭരതേട്ടനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയറക്ടർ. അസാധ്യമാണ്. അയ്യോ, നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ വികാര നൗകികമായി പറഞ്ഞതുപോലെ അഴകേയില്ലേ, അതില് ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി, അതിനെ പറ്റിയിട്ട് ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. അത് ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി സാറ് പറയുമ്പോൾ എന്തായിരുന്നു ശരിക്കും? വയലാറൊക്കെ പോയിട്ടുണ്ട്. ഏഴാങ്കടലിനക്കരെ ഏഴിലം പാല എന്നൊക്കെ പറയില്ലേ, ഒരു ഏഴിലം പാല. അതങ്ങനെ ഉപയോഗിച്ച ഞാൻ എപ്പോഴും കടലിന്റെ അങ്ങേയറ്റത്ത്. അതൊരു സങ്കല്പമാണ്, സങ്കല്പലോക. അതേപോലെ സാറ് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെ സിനിമയാണ്. അവിടുന്ന് വിട്ടുപോയതാ. ആകാശത്ത് നിന്ന് വിട്ടു, ഭൂമിയിൽ വന്നുമില്ല. അയാൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരു കുട്ടി ഉണ്ടാവില്ല, അവിടെ സ്ഥാനവുമില്ല. ആ സ്ഥാനം ഇല്ലാത്ത ഒരാളാണ് ഈ ഗന്ധർവൻ. അതന്നെയാണ് അതിൽ ആ പല്ലവി മുഴുവൻ അതാണ്. അത് തന്നെ സിനിമയാണ്. അതിന് മറ്റൊരു വിശേഷവും കൂടെ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ സാറിനെ പല സ്ഥലത്തും ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അതെ അതെ, അതൊരു ഭയങ്കര ഒരു ഇതല്ലേ, നമ്മൾ എഴുതിയ ഒരു വരി സംവിധായകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് രസമുള്ള പരിപാടിയാണ്. പപ്പാട്ടനും അത് ചെയ്തു തന്നെ അങ്ങനെ കേട്ടോ. അത് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പപ്പാട്ടൻ മറ്റുള്ളതുപോലെ ഒന്നല്ല, ഇത് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ആദ്യം എന്നോട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞു. മുഴുവൻ ഞാൻ വായിച്ചു. അതാണ് അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അത് ജോൺസനെ കൊണ്ട് വായിപ്പിച്ചിരുന്നു. ജോൺസൺ എന്നോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ആരെയും ഒരാൾ വായിച്ചാൽ മതി, ഇത് പരസ്പരം വരും. ഇതങ്ങനല്ല. എന്നിട്ട് പക്ഷേ അതിൽ എനിക്ക് തോന്നിയത്, അന്ന് തോന്നിയതാണ് കേട്ടോ, പപ്പേട്ടനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ത്രില്ല് പോയി. എഴുതി കഴിഞ്ഞിട്ട് ശുഭം എന്ന് എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടായി. പിന്നെ അത് ചെയ്യേണ്ടത് ഭരതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പടമായെന്നെ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് പപ്പേട്ടൻ തന്നെ വേണം ചെയ്യണം തോന്നിയിട്ടാണല്ലോ ചെയ്തത്. പക്ഷെ അത് സത്യങ്ങനെയാണ്.
അത് എനിക്കും ജോൺസണും തോന്നിയിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അത്ര റിലാക്സ്ഡ് ആയിക്കൂടാ, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവണം, നമ്മൾ ടെൻഷൻ വേണം. അവിടുന്ന് ടെൻഷൻ വേണം. ആ ടെൻഷൻ പോയി. അതെനിക്ക് തോന്നിയിരുന്നത്. പപ്പേട്ട സാധാരണ ഇല്ലാത്ത പോലെ മുണ്ട കൊടുത്ത് നടക്കുകയും എന്നിട്ട് കടപ്പുറത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്തു വരും ഈ പാട്ട് ചെയ്യുന്നതിനിടയിൽ. റിലാക്സ്ഡാണ്. ആ റിലാക്സേഷൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതിൻ്റെ വരികളിലേക്ക് വന്നാൽ ആലപ്പൂവയിൽ അതുപോലെ മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ, അതെ, അതാണ് സിനിമ. അതെ, അയാളെന്നെ പറഞ്ഞിട്ടല്ലോ, ഞാൻ നീ വിചാരിച്ചാൽ എപ്പോഴും തൊട്ടാൽ ഞാൻ വരാം എന്നുകൊണ്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയാണ് ആ മാരൻ. എന്നിട്ട് അതാണ് കൊടുത്തത് ഇവക്ക് കഴുത്തിലിടാൻ. നീ അത് തൊട്ടാൽ മതി, ഞാൻ വരും. അതാണ് കഥ. അതിനടുത്ത വരിയെന്ന് പറയുന്നത് തങ്ക കൈകളിലേക്കും നവലോകങ്ങൾ. അതെങ്ങനെയാണ് സാറേ അത് വ്യാഖ്യാനം? അല്ല, ഈ തൊട്ടാൽ മതി, എനിക്ക് ആവശ്യമുള്ള ലോകം, പുതിയ ലോകം വരും. ഈ കൈകളിൽ ഒതുങ്ങും നവലോകങ്ങൾ. അത്രയ്ക്കും എനിക്ക് എന്തും തരാൻ പറ്റും. ഈ ലോകത്തിലെ ഏത് കാര്യവും എനിക്ക് തരാൻ പറ്റും. നീ അത് തൊട്ടാൽ മതി, എന്നിട്ട് നിന്റെ കയ്യിലേക്ക് തരാം.